അല്ലെങ്കിൽ ഒരു സിനിമ ഡിമാൻഡ് ചെയ്യാണ്, ഡിസ്ട്രിബ്യൂട്ടർ ഡിമാൻഡ് ചെയ്യാണ്, എനിക്ക് ഇത്രയും വേണം, ഷെയർ ഇത്ര. അല്ല, എന്തിനാണ് ഇവിടെ അസോസിയേഷൻ? എന്തിനാ ഇതൊക്കെ കൺട്രോൾ ചെയ്യാനും? നമ്മൾ ആസ് എ പ്രൊഡ്യൂസർ, നമ്മൾ ഇവിടെ അന്യഭാഷാ സിനിമകൾ വരണ്ട എന്ന് പറയുന്നില്ല. അന്യഭാഷ, നേരത്തെ ചോദിച്ച ചോദ്യത്തിന്, വമ്പൻ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ വമ്പൻ സിനിമകളുമായിട്ട് വരുന്നു. അപ്പോൾ അവർക്ക് അവരുടെ ഓഫീസുകൾ അവിടെ ആയിരിക്കും. അവർക്ക് അവിടെ നിന്ന് ചിലപ്പോൾ പൊളിറ്റിക്കൽ പ്രഷറോ എന്തെങ്കിലും പ്രഷർ വന്നിട്ട് എന്നാൽ പിന്നെ ഞങ്ങളുടെ സിനിമയും കൂടെ, അതിവിടെ ഡിമാൻഡുള്ള സിനിമ ആവണമെന്നില്ല. അത് ഇവിടെ ഡിമാൻഡുള്ള, ഇപ്പം ഈ അറ്റ് ദിസ് മൂമെന്റ് ഇവിടെ ഡിമാൻഡുള്ള, നമുക്കറിയാം ഏതൊക്കെ ആക്ടേഴ്സിനാണ് ഇവിടെ, അല്ലെങ്കിൽ ഏതൊക്കെ ഡയറക്ടേഴ്സിനാണ് അവരുടെ സിനിമകൾക്ക് ഒരു പ്രത്യേക ഓഡിയൻസ് മലയാളത്തിലുണ്ട്, എന്നും ഉണ്ടായിരുന്നു. ഈ ഒരു ഡിമാൻഡ് കണ്ടുകൊണ്ട് തന്നെ അവിടെ എല്ലാം 25-30 കമേഴ്ഷ്യൽ ആർട്ടിസ്റ്റ് ഉള്ള ഇൻഡസ്ട്രിയാണ്. തെലുങ്കായാലും തമിഴായാലും കന്നഡ ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും അല്ലേ. അപ്പം അവിടെയൊക്കെ ഈ ചില ആർട്ടിസ്റ്റുകളുടെ ഡിമാൻഡ് കാണുകയും അവരെ പാൻ സൗത്ത് ആർട്ടിസ്റ്റായിട്ട് കൊണ്ടുവരാൻ ഉള്ള ഒരു പ്രയത്നത്തിന്റെ ഭാഗമായിട്ട് എല്ലാ ആർട്ടിസ്റ്റുകളുടെ സിനിമകളും ഈ വമ്പൻ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ ഞങ്ങളുടെയും കൂടെ എന്ന് പറയുമ്പോൾ അവർക്ക് പല പ്രഷർസ് ഉണ്ടാവാം. ചിലപ്പോൾ ഒരു മന്ത്രിയോ ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും അവിടെ നിന്ന്, അല്ലേ? ബിക്കോസ് അവിടെ എല്ലാം ഇന്റർലിങ്ക്ഡ് ആണല്ലോ, സിനിമയും പൊളിറ്റിക്സും എല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്. അപ്പോൾ 1, 2, 10 പടങ്ങൾ ഇവിടെ പൊട്ടിയാലും എന്തായാലും അവരിവിടെ മലയാളത്തിൽ സിനിമ ഡബ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ അപ്പൊ ആ പ്രഷർ ഇവിടെ തിയേറ്ററിലേക്ക് ഇങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ ഇടും. എന്താ പറയണേ, ഇത് തന്നാലേ അത് തരുള്ളൂ, ഇത് തന്നാൽ അത് തരാം, മറ്റത് തരാം. അങ്ങനെ വരുമ്പോ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ തിയേറ്ററുകൾ ആ പ്രഷറിലേക്ക് സക്കമെന്റ് ചെയ്യും. ഇവിടെ ഇന്ന് നമ്മൾ നോക്കൂ, കഴിഞ്ഞ മലയാള സിനിമയുടെ ജനനം തൊട്ടിട്ട് ആദ്യത്തെ ക്രിസ്മസ് ആണ് ഒരു മലയാളം പടം റിലീസ് ചെയ്തത്, അല്ലേ? തീർച്ചയായും 5 മലയാളം പടം ആവറേജ് റിലീസ് കൊണ്ടിരിക്കുന്നതാണ് ക്രിസ്മസ്. ഒരു മലയാളം പടമാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട്? ഹൈദരാലി തന്നെ വാല്യൂട്ടി ചെയ്താൽ മതി, കിട്ടും, അല്ലേ? അത്ഭുതമാണ്, അത്ഭുതമല്ലേ? പിന്നെ അപ്പൊ ഈ മലയാളം പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് റെഡിയായി ഇരിപ്പുണ്ട്. ഇതെല്ലാം കൂടെ എപ്പോ വരും? പപ്പടം അടുക്കി വെക്കുന്ന പോലെ ഒരാഴ്ചയിൽ 10 പടം വരും, ഒരുമിച്ചൊരു വരവ്. അതെപ്പോഴാ? ഏറ്റവും പ്രശ്നമുള്ള സമയത്ത്. സീസണുകൾ, നല്ല ടൈമുകൾ, ഹോളിഡേയ്സ്, ഇതെല്ലാം എല്ലാ ഭാഷകളിലും സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അതെല്ലാം കൂടെ മലയാളത്തിലും പാരലൽ റിലീസ് ആവാൻ തുടങ്ങിയാൽ മലയാള സിനിമ എന്ന് റിലീസ് ചെയ്യണം എന്നും കൂടെ പറയണം. എന്നിട്ട് തിയേറ്ററിൽ ആള് വരുന്നില്ല, മലയാള സിനിമയ്ക്ക് ആള് വരുന്നില്ല എന്ന് പറയുന്നതിന് അതിനൊരു ഒരു 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 കോൺട്രഡിക്ഷൻ ഉണ്ട്. കാരണം വളരെ മോശമായ സമയത്ത് 7-10 സിനിമകൾ കൊണ്ട് റിലീസ് ചെയ്താൽ എങ്ങനെയാണ് അതിൽ തിയേറ്ററിലേക്ക് ആള് വരിക? വലിയൊരു ചോദ്യമാണ്, വലിയ പ്രശ്നമാണ്. ഞാൻ ഇന്നലെയും കൂടെ അസോസിയേഷനിൽ ഇത് വിളിച്ച് സംസാരിച്ചു. രേഖാമൂലം തരും, വലിയ പ്രശ്നമാണ്, ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെയാണ് പറയണത്. ഞാൻ പറഞ്ഞു, ഞാൻ രേഖാമൂലം തരാം, എനിക്കാരെ പേടിക്കാനാ? നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.